ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. ക്ഷേത്രങ്ങളിലെ പണം സർക്കാർ എടുക്കുന്നില്ല. ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനായി സർക്കാരാണ് പണം ചിലവഴിക്കുന്നതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 1500-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ 1000-ൽ പരം ക്ഷേത്രങ്ങളും വരുമാനം കുറഞ്ഞ് ശോചനീയാവസ്ഥയിലാണ്. സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വേമണ്ണ നരസിംഹ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത, ഒരു 75% കുറഞ്ഞ വരുമാനമുള്ള, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്ന അമ്പലങ്ങളാണ്. എത്ര? ഒരു 75%. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1500-ഓളം അമ്പലങ്ങളുള്ളതിൽ 1000-ഓളം അമ്പലങ്ങളും ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്നതാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ക്ഷേത്രങ്ങളാണ്. അവിടെയെല്ലാം നിലനിൽക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിനുൾപ്പെടെ സർക്കാർ സഹായം നൽകിയിട്ടാണ്. ഇവിടെ മാനേജ്മെന്റ് ഫണ്ട്, ജീവനക്കാരുടെ ശമ്പളത്തിനുള്ള ഫണ്ട് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ സഹായം കൊണ്ടാണ് 1000-ഓളം ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് എന്നർത്ഥം. നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണ, ഈ ക്ഷേത്രങ്ങളുടെ മേലുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ പണം എടുത്തുകൊണ്ട് പോകാനുള്ളതാണ് എന്നാണ്. അല്ലെ? അങ്ങനൊരു വർത്താനല്ലേ നാട്ടിൽ? ക്ഷേത്രത്തിലെ വരുമാനം മുഴുവൻ സർക്കാർ കൊണ്ടുപോകുന്നു, സർക്കാർ ഖജനാവിലേക്ക് പോകുന്നു എന്ന ഒരു നല്ല നുണ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നന്നായി പ്രചാരത്തിലുണ്ട്. ഈ നുണയാണല്ലോ നല്ലോണം പ്രചാരത്തിൽ ഇങ്ങനെ ഓടുക, വേഗത്തിലൂടെ. സത്യം എണീറ്റ് കുളിച്ചു കുപ്പായിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ ഒരു 4 റൗണ്ട് ഓടി വന്നിട്ടുണ്ടോ? എന്നാൽ ഒരു ക്ഷേത്രത്തിലെയും 1 രൂപയും സർക്കാർ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പൊതുഖജനാവിൽ നിന്നും കൃത്യമായും ചെറിയ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സർക്കാർ പണം നൽകിക്കൊണ്ടിരിക്കുക. എല്ലാ കൊല്ലവും മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സർക്കാർ, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, സാമ്പത്തികമായി നല്ല പ്രയാസത്തിലാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോഴും ക്ഷേത്രങ്ങൾക്ക് നൽകാനുള്ള സഹായത്തിന്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കുന്നില്ല. അതെല്ലാം കൃത്യമായി തന്നെ നൽകി വരുന്നുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെയൊക്കെ നല്ല ശ്രദ്ധയും സഹായവും ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചെറിയ ക്ഷേത്രങ്ങൾ നിലനിന്നു പോകുന്നത്. അപ്പൊ ഞങ്ങൾ എടുത്തൊരു സമീപനം, ഈ ചെറിയ ക്ഷേത്രങ്ങളിൽ കുറച്ചെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ട് അവിടുത്തെ നില മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രത്യേക പ്രവർത്തനം ആസൂത്രണം ചെയ്യും. ഓരോ കൊല്ലവും കുറച്ച് അമ്പലങ്ങളെങ്കിലും മികച്ച നിലയിലേക്ക്, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തി അതിൽ വലിയ വിജയം കണ്ടു. കുറെ അമ്പലങ്ങളിൽ ഇപ്പോ ശമ്പളം കൊടുക്കാൻ ബോർഡിന്റെ, സർക്കാരിന്റെ സഹായം വേണ്ട, ഞങ്ങൾ സ്വന്തം നിലയിൽ സ്വയം പര്യാപ്തത നേടി എന്ന് പറയാവുന്ന നിലയിലെത്തി. അങ്ങനെയുള്ള ഒരിടപെടൽ നടത്തി ഓരോ ക്ഷേത്രങ്ങളെയും മികച്ച നിലയിലേക്ക് കൊണ്ടുവരിക എന്ന നല്ല ശ്രമം നടത്തി വരുന്നു. അതിന് ഫലവും കണ്ടു. ഇവിടെ നല്ല നിലയിലുള്ള ഒരു ഇടപെടൽ വേണ്ട ഒരു ക്ഷേത്രമാണ്. വരുമാനം സാമാന്യേന കുറഞ്ഞ പ്രദേശമാണ്. ഭക്തരൊക്കെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. സമീപവാസികളായിട്ടുള്ള ആളുകൾ കുറവാണ്. പല സ്ഥലത്തു നിന്നും വരുന്നവരാകും ചിലപ്പോൾ. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തോന്നിയൊരു കാര്യം, നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ അപൂർവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം മികച്ച നിലയിൽ പരിപാലിച്ച് നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടേക്ക് ആളുകൾ വരുന്ന ഒരു നില സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയും.
അതിനെല്ലാവരും കൂടി ശ്രമിക്കണം. നിങ്ങളൊക്കെ ഇപ്പോ കാണിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സജീവത നന്നായി കാണിക്കണം. എല്ലാവരുടെയും പിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കണം. ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും നല്ല നിലയിലുള്ള ഇടപെടലും സഹായവും ഇവിടേക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.